ബഹിരാകാശ രംഗത്ത് ചരിത്രം എഴുതാൻ ISRO-യുടെ 101ാമത് വിക്ഷേപണം നാളെ നടക്കും. രാവിലെ 5:59 EOS-09 ഭൗമ നിരീക്ഷണ ഉപഗ്രഹവുമായി PSLV C-61 ബഹിരാകാശത്തേക്ക് കുതിക്കും. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. രാജ്യത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടി നാളെ ISRO എഴുതി ചേർക്കും. 101ാമത് വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ് ISRO. നാളെ രാവിലെ 5:59 ചരിത്രപ്രധാനമായ വിക്ഷേപണം നടക്കുക. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-9 വഹിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ വാഹനം PSLV C-61 ബഹിരാകാശത്തേക്ക് കുതിച്ചുയരും. PSLV XL കോൺഫിഗറേഷനിലെ 27ാമത്തെ റോക്കറ്റ് കൂടിയാണിത്. 44.5 മീറ്റർ ഉയരവും 321 ടൺ ഭാരവുമുണ്ട് ഇതിന്. 4 സ്റ്റേജുകളാണ് റോക്കറ്റിനുള്ളത്. ബഹിരാകാശത്തെ റോക്കറ്റ് അവശിഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി റോക്കറ്റിന്റെ 4ാം ഘട്ടം താഴ്ത്തുന്നതിനുള്ള ഓർബിറ്റ് ചേഞ്ച് ട്രസ്റ്ററും ഉൾപ്പെടുത്തിയാണ് PSLV C-61 വിക്ഷേപിക്കുക. സമഗ്രമായ ഭൗമ നിരീക്ഷണം സാധ്യമാക്കുന്നതാണ് EOS-9 ഉപഗ്രഹം. 5 വർഷമാണ് ഉപഗ്രഹത്തിന്റെ കാലാവധി. ഇതിനുശേഷം പ്രവർത്തനക്ഷമം അല്ലാതാകുമ്പോൾ ഉപഗ്രഹത്തെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി ഡീഓർബിറ്റിംഗിന് ആവശ്യമായ ഇന്ധനവും ഉൾപ്പെടുത്തിയാണ് EOS-9 വിക്ഷേപിക്കുന്നത്. ബഹിരാകാശ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ നിർണായക നീക്കമാണ് റോക്കറ്റ് ഘടകങ്ങളും സാറ്റലൈറ്റുകളും തിരിച്ചുകൊണ്ടുവന്ന് നശിപ്പിക്കുക എന്ന ദൗത്യം. ആ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് PSLV C-61 റോക്കറ്റും EOS-9 ഉപഗ്രഹവും വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും ISRO-യുടെ സുപ്രധാന 101ാമത്തെ വിക്ഷേപണം. സയൻസ് ഡെസ്ക്, ജനം. ഇതുമായി ബന്ധപ്പെട്ട് വിവരം നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തായാലും ഭാരതത്തിന്റെ മറ്റൊരു അഭിമാനകരമായ നേട്ടം കൂടി ആകാൻ പോവുകയാണ്. ബഹിരാകാശ രംഗത്ത് അങ്ങനെ ചരിത്രം എഴുതാൻ ISRO-യുടെ 101ാമത് വിക്ഷേപണമാണ് നാളെ നടക്കുന്നത്. ഒപ്പം തന്നെ രാവിലെ 5:59 വിക്ഷേപണം നടക്കുമെന്നും മനസ്സിലാക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ ഐസൺ. നാളെ രാവിലെ 5:59 കൃത്യമായി 5:59 ഈ റോക്കറ്റിൻ്റെ ടേക്ക് ഓഫ് നടക്കുക എന്നാണ് ഇപ്പോൾ ISRO അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയ, ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയ ഒരു റോക്കറ്റ് കൂടിയാണിത്. അതായത് സ്പേസ് ഡെബ്രി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നടക്കുന്ന ഏറ്റവും നിർണായകമായ നീക്കങ്ങളുടെ ഭാഗമായി ഡി ഓർബിറ്റിംഗ് നടത്തുന്നതിനുള്ള സംവിധാനം ഈ സ്റ്റേജ് 4-ൽ, അതായത് ഈ റോക്കറ്റിൻ്റെ സ്റ്റേജ് 4-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ EOS എന്ന് പറയുന്ന, അല്ലെങ്കിൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 9 എന്ന് പറയുന്ന ആ സാറ്റലൈറ്റിലും സമാന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 5 വർഷത്തിന് ശേഷം സാറ്റലൈറ്റ് പ്രവർത്തനക്ഷമമല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ അത് ബഹിരാകാശത്ത് കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകൾക്കുണ്ടായിരുന്നത്. ഇത്തരം സാറ്റലൈറ്റുകളെല്ലാം തന്നെ ഡി ഓർബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇന്ധനം കൂടി നിറച്ചതിന് ശേഷം അതിൻ്റെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് തിരിച്ച് ഭൂമിയിലെത്തിച്ച് നശിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ സാറ്റലൈറ്റുകളെല്ലാം തന്നെ വിക്ഷേപിക്കുന്നത്. അതായത് സ്പേസിലെ ബഹിരാകാശത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാനുള്ള അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള നീക്കങ്ങളുടെ ഒരു ഭാഗമായുള്ള നടപടിയും ഉൾപ്പെടുന്ന, ആ ശാസ്ത്രീയമായ സംവിധാനം കൂടി ഉൾപ്പെടുന്ന ഒരു റോക്കറ്റും അതുപോലെ തന്നെ റോക്കറ്റിൻ്റെ സാറ്റലൈറ്റുമാണ് ഇപ്പോൾ വിക്ഷേപിക്കുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നാളെ 5:59 വിക്ഷേപിക്കുന്ന ഈ റോക്കറ്റ് എന്ന് പറയുന്നത് PSLV C-61 എന്ന് പറയുന്ന റോക്കറ്റ് ഭാരതത്തിൻ്റെ 101ാമത് വിക്ഷേപണമാണ്. EOS ഭൗമ നിരീക്ഷണ ഉപഗ്രഹം, അതായത് ഭൂമിയുടെ സമഗ്രമായ നിരീക്ഷണം സാധ്യമാകുന്നതിന് നേരത്തെ നമുക്കറിയാവുന്നതാണ്, പലപ്പോഴും ഈ അടുത്ത കാലത്ത് വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എല്ലാം തന്നെ ഉരുൾപൊട്ടി തകർന്ന പ്രദേശം കൃത്യമായി നിരീക്ഷിച്ചത് ഇതുപോലുള്ളൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെയാണ്. അത്തരത്തിലുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിലെ ചിത്രങ്ങൾ കൃത്യമായും, അതായത് ദുരന്ത നിവാരണത്തിലും അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രവചനങ്ങളിലും അതുപോലെ മറ്റ് കാർഷികമായതും വാട്ടർ റിസോഴ്സസിൻ്റെ കണ്ടെത്തലിനുമെല്ലാം തന്നെ ഏറെ പ്രയോജനകരമാണ്. മറ്റ് സുപ്രധാനമായ ഡിഫൻസ് ഉപയോഗങ്ങളുമുണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ്, ഈ ആക്രമണം നടന്ന സമയങ്ങളിൽ, പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഭാരതം ശക്തമായി തിരിച്ചടിച്ച വേളയിൽ ഭാരതത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ ഇലക്ട്രോണിക് വാർഫെയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ 10 സാറ്റലൈറ്റുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് ISRO ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള നിരവധി സംവിധാനങ്ങൾ ഒരുങ്ങുന്നതാണ് ഈ റിമോട്ട് സെൻസിംഗ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. നാളെ 101ാമത് വിക്ഷേപണം നടക്കുന്നതോടെ ഭാരതത്തിൻ്റെ സാങ്കേതിക തികവാർന്ന ISRO-യുടെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുക. അഞ്ജന, വിവരങ്ങൾ നൽകിയത്.